അടുത്ത ആപ്ലിക്കേഷൻ വരുന്നത് ട്രാൻസ്ജെനിക് അനിമൽസ്. ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനിമൽസിൻ്റെ സാധാരണ ഉള്ള അനിമൽസിൻ്റെ DNA മാനിപ്പുലേറ്റ് ചെയ്ത് അതിലൊരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ഫോറിൻ ജീൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയും. സോ ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ DNA മാനിപ്പുലേറ്റ് ചെയ്ത് അവരിലൊരു എക്സ്ട്രാ ഒരു ഫോറിൻ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് ഇൻസേർട്ട് ചെയ്ത DNA അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ്? ഒരു ട്രാൻസ്ജെനിക് അനിമൽസ് ആണ്. സോ ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. സോ അനിമൽസ് അവരുടെ DNA മാനിപ്പുലേറ്റ് ചെയ്ത് അതിൽ ഒരു ഫോറിൻ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെനിക് അനിമൽസ്. സോ ഈ ട്രാൻസ്ജെനിക് അനിമൽസ് പല ടൈപ്പ് ട്രാൻസ്ജെനിക് അനിമൽസ് ഉണ്ട്. ട്രാൻസ്ജെനിക് റാറ്റ്, റാബിറ്റ്, പിഗ്, ഷീപ്പ്, കൗ, ഫിഷ്, അങ്ങനെ ഒരുപാട് ട്രാൻസ്ജെനിക് അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റാറ്റ്, റാബിറ്റ്, പിഗ്, ഷീപ്പ്, കൗ, ഫിഷ്. അപ്പോൾ ഈ പറഞ്ഞ അനിമൽസിലൊക്കെ തന്നെ ഒരു ഫോറിൻ ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള ട്രാൻസ്ജെനിക് അനിമൽസിൽ മോർ ദാൻ 95%, 95% മേലെ ഇപ്പോൾ നിലവിലുള്ള ട്രാൻസ്ജെനിക് അനിമൽസിൽ എല്ലാം മൈസാണ്. സോ മൈസിലാണ് കൂടുതൽ ട്രാൻസ്ജെനിക് അനിമൽസ്. സോ മൈസിലാണ് ഒരുപാട് ഇതുപോലത്തെ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ കുറേ കേൾക്കുന്ന എലികളിൽ പരീക്ഷണം നടത്തുക എന്നാണ് ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ എക്സിസ്റ്റിംഗ് ട്രാൻസ്ജെനിക് അനിമൽസിൽ 95% മേലെ എന്താണ്? മൈസാണ്. എന്തിനാണ് ഇങ്ങനെ അനിമൽസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ഇതുപോലത്തെ ഒരു ട്രാൻസ്ജെനിക് അനിമൽസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ് ഇതുപോലത്തെ ട്രാൻസ്ജെനിക് അനിമൽസിൽ നിന്ന് മനുഷ്യന് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിന് എന്താണ് ഇതുപോലത്തെ അനിമൽസിനെ മോഡിഫൈ ചെയ്ത് അവരിലൊരു ഫോറിൻ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് മനുഷ്യനുള്ള നേട്ടം? നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ റീസൺസ്? സോ എന്തിനു വേണ്ടിയാണ് ഇതുപോലത്തെ ട്രാൻസ്ജെനിക് അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ട്രാൻസ്ജെനിക് അനിമൽസിൽ നിന്ന് ഇതുപോലെ മോഡിഫിക്കേഷൻ നടത്തിയത് കൊണ്ട് എന്ത് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്? സോ നമുക്ക് അതിൻ്റെ യൂസസ്, ട്രാൻസ്ജെനിക് അനിമൽസിൻ്റെ യൂസസ് അഥവാ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. സോ ട്രാൻസ്ജെനിക് അനിമൽസിൻ്റെ അഡ്വാൻറ്റേജിൽ ആദ്യത്തെയാണ് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ എന്ന് പറയുന്ന ട്രാൻസ്ജെനിക് അനിമൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സോ ട്രാൻസ്ജെനിക് അനിമൽസിനെ നമ്മൾ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫോറിൻ DNA അതിൽ ഡെലിവർ ചെയ്ത് അതിനെ കൊണ്ട് ആ ഫോറിൻ ജീനെ എക്സ്പ്രസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ട്രാൻസ്ജെനിക് അനിമൽസിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അലൗ ദ സ്റ്റഡി ഓഫ് ഹൗ ജീൻസ് ആർ റെഗുലേറ്റഡ്. ട്രാൻസ്ജെനിക് അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം നമുക്കറിയാൻ വേണ്ടി, ടു അലൗ ദ സ്റ്റഡി ഓഫ് ഹൗ ജീൻസ് ആർ റെഗുലേറ്റഡ്. എങ്ങനെയാണ് ജീനുകൾ റെഗുലേറ്റഡ് ആവുന്നത്, എങ്ങനെയാണ് ആ ജീനുകൾ വർക്ക് ചെയ്യണതും കൺട്രോൾഡ് ആവണതും, എങ്ങനെയാണ് ആ ജീനുകൾക്ക് ഇന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യാനും അല്ലാത്ത സമയത്ത് അത് ഓഫ് ആവണം, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മെക്കാനിസം പോലെ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഹൗ ജീൻസ് ആർ കൺട്രോൾഡ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാൻസ്ജെനിക് അനിമൽസിനെ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ടു ഹൗ എന്തിന് വേറെ അടുത്ത കാര്യം, ഹൗ ദേ എഫക്ട് നോർമൽ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. നമ്മൾ കൊടുത്ത ജീൻ എങ്ങനെയാണ് റെഗുലേറ്റഡ് ആവുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് അറിയാൻ. ഹൗ ജീൻസ് ആർ റെഗുലേറ്റഡ് ഇൻ എൻ എനിമൽ. സോ നമ്മൾ ഫോറിൻ ജീൻസ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് ആ ജീൻ മറ്റ് ഇതിനെ കൺട്രോൾ ചെയ്യണത്, അല്ലെങ്കിൽ ജീൻ റെഗുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. രണ്ടാമത്തത്, ഈ ജീൻ എങ്ങനെയാണ് എഫക്ട് നോർമൽ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി. ആ അനിമലിൻ്റെ ബോഡിയിൽ നമ്മൾ ആ കൊടുത്ത ഫോറിൻ ജീൻ എങ്ങനെയാണ് അതിൻ്റെ നോർമൽ ഫങ്ഷൻസ് ഓഫ് ദ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ ആ അനിമലിൻ്റെ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് പഠിക്കാം. സോ അതുപോലെ നമുക്ക് ഓരോ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലും എങ്ങനെയാണ് നമ്മളൊരു ട്രാൻസ്ജെനിക് അനിമലിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം
പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ട്രാൻസെനിക് അനിമലിൽ നമ്മൾ കൊടുത്ത ഫോറിൻ ജീൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജീൻ റെഗുലേഷൻ, നോർമൽ ഉള്ള ജീനിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണേ, നമ്മളൊരു ജീൻ കൊടുക്കുമ്പോൾ അതിന് എന്ത് മാറ്റം വരുന്നു, ജീൻസുകൾ എങ്ങനെയാണ് റെഗുലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണേ, കൺട്രോൾഡ് ഫോമിൽ വർക്ക് ചെയ്യണേ. നമ്മൾ കൊടുത്ത ജീൻ ആ ഓർഗാനിസത്തിന്, ആ അനിമലിൻ്റെ ബോഡീനെ നോർമൽ ഫങ്ഷൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ ബോഡി നോർമൽ ഫങ്ഷൻസ് ഓഫ് ദ ബോഡിയെയും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കാൻ നമുക്ക് ട്രാൻസെനിക് അനിമൽസ് സഹായിക്കും. എക്സാമ്പിൾ, സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഇൻ ഗ്രോത്ത്. ഈ ഗ്രോത്തിൽ ഉള്ള കോംപ്ലക്സ് ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാൻ, ലൈക്ക് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ പോലെ ഈ ഗ്രോത്തിൽ എന്തൊക്കെ കോംപ്ലക്സ് ഫാക്ടേഴ്സാണ് നടക്കുന്നത്, ഒരു ഗ്രോത്തിലേക്ക് എന്തൊക്കെ കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസെനിക് അനിമലിൻ്റെ ഒരു ഇത്. സോ നമ്മൾ ജീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മറ്റ് സ്പീഷീസുകളിൽ നിന്ന് നമ്മൾ ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവരുടെ ബോഡിയിലുള്ള ഈ ഫാക്ടർ, ഏത് ഫാക്ടറിനെ നമ്മൾ പഠിക്കുന്നത്, ഗ്രോത്ത്, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ബൈ ഇൻട്രൊഡ്യൂസിങ് ജീൻ ഫ്രം അതർ സ്പീഷീസ്, മറ്റ് സ്പീഷീസിൽ നിന്ന് ഒരു ജീനിനെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇതിലേക്ക് ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ജീൻ ഈ ഗ്രോത്ത് ഫാക്ടറിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണേ, എങ്ങനെയാണ് ഓൾട്ടർ ചെയ്യണേ എന്ന് പഠിക്കാൻ പറ്റും. ആൻഡ് അതുവഴി നമുക്ക് സ്റ്റഡി ചെയ്യാം എന്ത്, ബയോളജിക്കൽ ഇഫക്റ്റ്. ഈ ഒരു ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, മറ്റ് സ്പീഷീസിൽ നിന്ന് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ ആ ഗ്രോത്ത് ഫാക്ടർ, അതായത് ഇൻസുലിൻ, ഗ്രോത്തിന് എന്ത് സംഭവിച്ചു, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത അത് ആ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടറിന് എന്ത് സംഭവിച്ചു ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, അപ്പോൾ അവിടെ ആ അനിമലിലുണ്ടായ ബയോളജിക്കൽ ഇഫക്റ്റ് എന്താണ്, എന്ത് ടൈപ്പ് റിസൾട്ടാണ് ആ അനിമൽ പ്രൊഡ്യൂസ് ചെയ്തത്. സോ നമുക്ക് ഈ പറഞ്ഞ ബയോളജിക്കൽ റോള് ഈ ഗ്രോത്ത്, ഇൻസുലിൻ ഗ്രോത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഫാക്ടർ, അതായത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിൽ നമുക്ക് അതിൻ്റെ റോള്, ഗ്രോത്തിൻ്റെ റോള് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഈ ഗ്രോത്തിന് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സോ ബയോളജിക്കൽ ഇഫക്റ്റുകൾ പഠിക്കാൻ പറ്റും. അതുപോലെ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ അബൌട്ട് ബയോളജിക്കൽ റോൾ ഓഫ് ഫാക്ടർ ഇൻ ദ ബോഡി, അതായത് ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിന് എന്ത് ബയോളജിക്കൽ റോളാണ് ആ അനിമലിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആദ്യത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ റീസൺ എന്തിനാണ് ട്രാൻസെനിക് അനിമലിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, ഒന്ന്, ഒരു അനിമലിലെ നോർമൽ ഫിസിയോളജിയും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയും കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. ആ ട്രാൻസെനിക് അനിമൽസ് നമുക്ക് എങ്ങനെയാണ് ആ അനിമലിൻ്റെ ബോഡിയിൽ ജീൻസിന് റെഗുലേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻസ് ആ അനിമലിൻ്റെ നോർമൽ ബോഡി ഫങ്ഷനെ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി. എന്തിൽ, ഗ്രോത്തിൽ. സോ ഗ്രോത്തിൽ കോംപ്ലക്സ് ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്താൻ നമുക്ക് ഈ ട്രാൻസെനിക് അനിമൽസ് സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ആ അനിമലിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മളൊരു ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ അനിമലിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻ ആ അനിമലിൽ ഈ ഗ്രോത്ത് ഫാക്ടറിനെ എങ്ങനെയാണ് ഓൾട്ടർ ചെയ്തത്, അത് ഓൾട്ടർ ചെയ്തിട്ട് എന്ത് ബയോളജിക്കൽ എഫക്റ്റാണ് ആ അനിമലിൽ ഉണ്ടായത്. സോ നമുക്ക് ആ ബയോളജിക്കൽ റോൾ ഈ ഫാക്ടറിൻ്റെ, ഏത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിൻ്റെ നോർമൽ ബയോളജിക്കൽ റോൾ എന്താണ് ആ ബോഡിയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ട്രാൻസെനിക് അനിമൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് അഥവാ യൂസ് അഥവാ റീസൺ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസീസസ്. സോ ഒരുപാട് ട്രാൻസെനിക് അനിമൽസിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ജീൻസ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസീസ്. ഒരു രോഗം വരാനായിട്ട് എങ്ങനെയാണ് ജീനുകൾ അതിനൊരു പങ്കാളിത്തം ഉണ്ടാകും, അല്ലെങ്കിൽ ജീനിന് എന്ത് റോളാണുള്ളത്, ഒരു ഡിസീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ജീനിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ജീനുകൾ അതിന് ഏത് തരത്തിൽ കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുക്കുന്നത്. സോ ഒരു ഡിസീസ് ഉണ്ടാകണമെങ്കിൽ, ഒരു ഡിസീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ആ ജീനിൻ്റെ റോൾ എന്താണ്, ജീനിൻ്റെ സംഭാവന എന്താണ്. സോ ആ ജീനുകൾ എങ്ങനെയാണ് ഒരു ഡിസീസ് ഉണ്ടാവാനായിട്ട്
കാരണക്കാരാവുന്നത്. ആ ജീനിൽ എന്ത് സംഭവിക്കുമ്പോഴാണ് ഒരു ഡിസീസ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ട്രാൻസ്ജനിക് അനിമൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡിസീസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് സ്റ്റഡി ഓഫ് ഡിസീസ്. സോ ഈ പറഞ്ഞ ട്രാൻസ്ജനിക് അനിമൽസ് നമ്മൾ സ്പെഷ്യലി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുക. അവരൊരു മോഡലായിട്ട് ആക്ട് ചെയ്യാണ്, ട്രാൻസ്ജനിക് മോഡൽസ് ആയിട്ട് ആക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹ്യൂമൻ ഡിസീസ്, മനുഷ്യരെ ബാധിക്കുന്ന രോഗങ്ങൾ ഏത് തരത്തിലുള്ള അസുഖങ്ങളൊക്കെയാണോ മനുഷ്യനെ ബാധിക്കുന്നത് അതിൻ്റെ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ട്രാൻസ്ജനിക് അനിമൽസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ സെവറൽ ടൈപ്പ് ഓഫ് ഹ്യൂമൻ ഡിസീസിന് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്താനും ആ ഡിസീസുകൾ ഈ പറഞ്ഞ അനിമൽസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓരോ ടൈപ്പ് ഡിസീസിനും പറ്റിയ ഓരോ ടൈപ്പ് അനിമൽസ്. അങ്ങനെ ആ അനിമൽസ് എന്ന് പറയുന്നത് ഇന്ന ഡിസീസിൻ്റെ ഒരു മോഡലായിട്ട് ആക്ട് ചെയ്യുന്നു. സോ അതുവഴി നമുക്ക് ആ ഡിസീസ് എങ്ങനെയാണ് ആ അനിമലിൻ്റെ ബോഡിയിൽ വർക്ക് ചെയ്യണേ, ആ ഡിസീസിന് കാരണക്കാരായ ജീനുകൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിസീസിലേക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്നത്, ഈ ഡിസീസുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഏത് തരത്തിൽ ട്രീറ്റ് ചെയ്താലേ ഡിസീസ് മാറുക ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാൻസ്ജനിക് അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇപ്പോൾ ടുഡേ ഒരുപാട് ട്രാൻസ്ജനിക് മോഡൽസ് ഒരുപാട് ഡിസീസുകൾക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹൗ ജീൻസ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസീസ്. സോ ട്രാൻസ്ജനിക് അനിമൽസിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് ഡിസീസിനെ കുറിച്ച് പഠിക്കാൻ. എങ്ങനെയാണ് ജീൻസ് ഒരു ഡിസീസിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. ട്രാൻസ്ജനിക് മോഡൽസ് ഫോർ മെനി ഹ്യൂമൻ ഡിസീസ്, മനുഷ്യനെ ബാധിക്കുന്ന ഒരുപാട് ഡിസീസുകൾക്കുള്ള ട്രാൻസ്ജനിക് മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആൻഡ് അൾഷിമേഴ്സ്. സോ അൾഷിമേഴ്സ്, ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഒരുപാട് ഹ്യൂമൻ ഡിസീസിന് ട്രാൻസ്ജനിക് മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അൾഷിമേഴ്സസ് പോലെയുള്ള ഒരുപാട് ഹ്യൂമൻ ഡിസീസിനുള്ള ട്രാൻസ്ജനിക് മോഡൽസുകളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ട്രാൻസ്ജനിക് മോഡൽസ് ഒക്കെ തന്നെ എന്തിലുള്ള ഈ പറഞ്ഞ അൾഷിമേഴ്സ്, സിസ്റ്റിക് ഫൈബ്രോസിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആൻഡ് ക്യാൻസറിനുള്ള മോഡൽസുകളാണ്. ഓരോ ട്രാൻസ്ജനിക് അനിമൽസും ഓരോ ടൈപ്പ് ഡിസീസിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. സോ അതുവഴി ആ അനിമൽസിന് നമുക്ക് ഈ ഡിസീസുകളെ കുറിച്ച് പഠിക്കാനും എങ്ങനെയാണ് ജീൻസ് ഈ പറഞ്ഞ ഡിസീസുകൾക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്നത്, അതുപോലെ ഈ ഡിസീസുകളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഡിസീസുകളെ കുറിച്ച് പഠിക്കാനും നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ജനിക് അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ.